അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഇന്ന് KEF കേരള എഞ്ചിനീയേഴ്സ് ഫോറം ജിദ്ദയുടെ ഓണാഘോഷ പരിപാടികൾക്ക് പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത്. KEF 25 വർഷമായിട്ട് ജിദ്ദയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എൻജിനീയേഴ്സിൻ്റെ ഈ അസോസിയേഷനിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും ഒരു എൻജിനീയറിംഗ് കോളേജിലെത്തിയ വൈബാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും വെറൈറ്റി പ്രോഗ്രാമാണ്, വളരെ അധികം ക്രിയേറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിന് ഞങ്ങൾ പോവുകയാണ്. എല്ലാ ഓണപ്പരിപാടികൾക്കും ഉള്ള പോലെ തന്നെ ഇവിടെയും വള്ളംകളി ഉണ്ടായിരുന്നു, അതുപോലെ തിരുവാതിര കളി, പുലികളി, പിന്നെ മഹാബലിയുടെ എഴുന്നള്ളിപ്പ്, അങ്ങനെയൊക്കെയുള്ള ട്രഡീഷണലായിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി എലമെൻറ്റ്സും ഇവരുടെ പ്രോഗ്രാമുകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ സംഘടിപ്പിച്ചതാണ് സെൽഫി കോൺടെസ്റ്റ്. അതായത് ഒരു സെൽഫി ബൂത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാം. എന്നിട്ട് ആ ഫോട്ടോയിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോയ്ക്ക് അവർ പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പായസ മത്സരം ഉണ്ടായിരുന്നു. പായസ മത്സരത്തിൽ ഇപ്രാവശ്യം ഞാനും പങ്കെടുത്തു. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് അമ്പലപ്പുഴ പാൽപ്പായസമായിരുന്നു. എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. വടംവലി, അതുപോലെ ഇൻ ആൻഡ് ഔട്ട്, മ്യൂസിക്കൽ ചെയർ, സാധാരണമായിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിലും സ്ത്രീകളും കുട്ടികൾക്കുമൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പിന്നെ അതൊരു വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇതുപോലെ ഒരു ഫ്ലാറ്റ് ലൈഫിലൊക്കെ നമുക്ക് ഒരു റിലാക്സ് ചെയ്യാനും നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാനുമുള്ള ഒരു നിമിഷങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് KEFൻ്റെ ഓണാഘോഷ പരിപാടികൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.